ഇന്ന് നമ്മൾ ഒരു അമേസിംഗ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. യൂട്യൂബിലൊന്നും ഇങ്ങനെ ഒരു കേക്ക് കണ്ടിട്ടില്ല. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള, അടിഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള കോക്കനട്ട് പുഡിംഗ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു കേക്ക് നമ്മൾ ഓവൻ ഇല്ലാതെ ബീറ്റർ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം കഴിച്ചാൽ ഒരിക്കലും മറക്കില്ല ഇതിന്റെ രുചി. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് പുഡിംഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ പരിപാടി? നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. പൊടിച്ചിട്ട് വരട്ടെ. ഓക്കെ. നമ്മുടെ കേക്കിന്റെ പാത്രമാണ്. എല്ലാവർക്കും സംശയമാണ് കേക്കിന്റെ പാത്രം ഇങ്ങനെ കളറായിട്ട് ഇരിക്കുന്നത്. അത്ര വലിയ കളറൊന്നും ഇല്ല കേട്ടോ, കാണുമ്പോൾ തോന്നുന്നതാണ്. കേക്ക് ഉണ്ടാക്കി ഇത് അതേപടി ഞാൻ വെക്കും. അത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ചീത്തയാവാൻ വഴിയൊന്നും ഇല്ലല്ലോ. നമുക്ക് കഴുകി എടുക്കാം. സാധാരണ പാത്രമാണേ. കത്തിച്ചു. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് ഇത് ചൂടാവുമ്പോഴത്തേക്കും ബാക്കിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കൊരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ടും പഞ്ചസാര പൊടിച്ചും കൂടെ മിക്സ് ആക്കി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ ബാക്കി പൊടിച്ച പഞ്ചസാരയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ച് നല്ല പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കണം. തൈര് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയോ പാം ഓയിലോ അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഓയിലും കൂടെ ഒഴിച്ച് നമുക്ക് ലോ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അങ്ങ് അരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്, സ്പീഡാക്കിയതാണ്. നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത് 6 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേയിലാണ്. 8 ഇഞ്ച് ആയാലും കുഴപ്പമില്ല, 9 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. കേക്കിന് അധികം ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബേക്കിംഗ് ട്രേ എടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത പാത്രത്തിനകത്ത് തന്നെ കുറച്ചുണ്ടാവുമല്ലോ, അത് മാത്രം മതി, കുറച്ച് മാത്രം മതി. എല്ലായിടത്തും ഒന്ന് ഗ്രേസ് ചെയ്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ വീട്ടിലുള്ള ചുറ്റും പാത്രം എടുത്തിരുന്നാലും മതി. റൗണ്ട് ആയാലും കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല, നേരെ ഇടുന്നത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് എല്ലായിടത്തുമായിട്ട് അങ്ങ് വെതറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തുമായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. കോർണറിലും സൈഡിലും ഒക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ബേക്കിംഗ് ട്രേ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പ്രസ്സായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് കുത്തി അങ്ങോട്ട് ഒഴിക്കരുത്. പതുക്കെ അങ്ങ് എല്ലായിടത്തുമായിട്ട് അങ്ങ് പതുക്കെ സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. താത്തി പിടിച്ച് ഒഴിക്കണേ. എന്നിട്ട് നമ്മളിതാ ഒരു സ്ക്വയർ വെച്ച് ഒന്ന് ഇളക്കി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒന്ന് പോകാനായിട്ട്. നല്ല ചൂടായിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ്. നമുക്കതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 35 മിനിറ്റ്സ് തന്നെ വെച്ചിരുന്നാൽ മതിയാകും. മീഡിയം ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. അലാം സെറ്റ് ചെയ്തു. ഒരു 25 മിനിറ്റ് നമുക്ക് അലാം സെറ്റ് ചെയ്തേക്കാം. പിന്നെ ഒരുപാട് പേര് എനിക്ക് സുഖമില്ലാത്ത സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, താഴേക്ക് നോക്കൂ, നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് 9,91,000 ആയിട്ടുണ്ട്. ഇനി ഒരു 8,000 ചില്ലാനം ആൾക്കാർ മാത്രം മതി നമ്മുടെ ചാനല് 1 മില്യൺ ആക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കൂ നമ്മുടെ ചാനൽ 1 മില്യൺ ആകാനായിട്ട്. വീട്ടിലുള്ള എല്ലാവരോടും ഫോണൊക്കെ എടുത്ത് വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ആയി പോകരുത് കേട്ടോ. ഡിസംബർ മാസം ക്രിസ്മസിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് 1 മില്യൺ ആഘോഷിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാല്, സാധാരണ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത പാലാണ്.
ഇനി അതിലേക്ക് 1/2 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ 3/4 കപ്പ് പാലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാരയുടെ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ. വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചും ചേർക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 25 മിനിറ്റ് ആയപ്പോൾ വന്ന് നോക്കിയപ്പം ആയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അടച്ചു വെച്ചു. അങ്ങനെ തന്നെ തീയുടെ ചൂടിനനുസരിച്ച് ചിലപ്പോൾ ബേക്ക് ചെയ്യാനുള്ള ടൈം കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ആവുമായിരിക്കും. അതൊന്ന് നോക്കിയിരുന്നാൽ മതി. ഒരു 25 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ സ്ക്വയർ കൊണ്ട് കുത്തി നോക്കി കറക്റ്റായിട്ടായിട്ടുണ്ട്. നമുക്കിതിന് എടുക്കാം. ഇനി നമ്മൾ സാധാരണ കേക്ക് തണുക്കാനായിട്ട് വെക്കുമല്ലോ, ഇത് അങ്ങനെ തണുക്കാനായിട്ട് വെക്കണ്ട. ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുപ്പായതുകൊണ്ട് കുറച്ച് മിക്സ് ആവാൻ പാടായിരിക്കും, വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കാം. ഞാൻ പലവട്ടം പൊടിച്ച് ചേർക്കാൻ പറഞ്ഞു, പക്ഷെ കേട്ടില്ല. ഇച്ചിരി മാത്രമായിട്ട് എടുത്ത് പൊടിക്കണ്ടേ, മടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ മിൽക്ക് മിക്സ് മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിക്കാം. ഞാൻ പക്ഷെ ഒഴിക്കുന്നില്ല, ഒരു കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്യൂർ വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുക. കുത്തിയിട്ട് അടിവരെ കുത്തണ്ട കേട്ടോ, ഒരുവിധം 3/4 ഭാഗത്തോളം ഒന്ന് കുത്തി കൊടുക്കുക. വലിയ ട്രേ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടുഭാഗം പൊങ്ങില്ല കേട്ടോ, ലെവലായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ചെറിയ ട്രേ ആണല്ലോ, അപ്പോൾ നല്ല ഹൈറ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇങ്ങനെ പൊങ്ങുന്നുണ്ടെങ്കിൽ ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്, കാരണം സൈഡിലെല്ലാം കെട്ടിക്കിടക്കും കടല ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നടുവിൽ തന്നെ കുറേശ്ശെ എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഒന്നുകൂടെ സ്ക്യൂർ കൊണ്ട് കുത്തിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അവിടെ മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ അത് കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് പതുക്കെ കത്തി ഓടിച്ചൊന്ന് പിടിച്ചു കൊടുക്കാം. ഇത് കമത്തിയിട്ട് നന്നായിട്ട് തട്ടിക്കൊടുത്താൽ മതി. അടിപൊളി, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല, എന്നിട്ടും കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നടുഭാഗം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിരിച്ചൊന്ന് ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ, കൈ കൊണ്ടും എടുക്കരുത്, കാരണം അടിഭാഗത്തെ ആ ഒരു ലെയർ ചിലപ്പം ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഒരു പ്ലേറ്റ് വെച്ച് കമത്തിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ അടിഭാഗമാണ് മുകളിലായിട്ട് വരേണ്ടത്. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തും സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ പ്രസ് ചെയ്താൽ കട്ട് ചെയ്യരുത്, കാരണം ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് ഒരു നല്ല ക്രഞ്ചിനെസ് ആണുള്ളത്. അത് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടില്ല, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കത്തി കൊണ്ട് പതുക്കെ ഇങ്ങനെ കുത്തി കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് 1/2 കിലോ വരുന്ന ഒരു കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപ, 300 രൂപയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 150 രൂപയൊക്കെ വരുന്നുള്ളൂ. അത്രയ്ക്കും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ അത് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളതാണ്. മുറിച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഹാർഡാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അടിഭാഗത്ത് ആ ഒരു ക്രഞ്ചിനെസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമുക്കത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് മിക്സ് മാറ്റി വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഞാൻ പിന്നെ കാണാനൊരു ലുക്കിന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ്. അല്ലാതെ മുഴുവനായിട്ടും ആ മിൽക്ക് മിക്സ് ഇതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്തിരുന്നാൽ മതി. സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്. ഇതൊരു പുഡിംഗ് കേക്ക് അല്ലേ, മിൽക്ക് കേക്ക് അല്ലല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാഫ്രോൺ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊരു ചുമ്മാ ഒരു പൊങ്ങച്ചം കാണിക്കാനായിട്ട് ഇടുന്നേ ഉള്ളൂ. കുറച്ച് മിൽക്ക് അതിൻ്റെ മുകളിലേക്കും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. നല്ല മോയിസ്റ്റാ, നല്ല ആ മുകളിലത്തെ ക്രിസ്പിനെസ് ഒക്കെ മനസ്സുണ്ട് ആണല്ലേ. കഴിച്ചോട്ടെ. അടിപൊളി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. മധുരമൊക്കെ പെർഫെക്റ്റ് അല്ലേ, കറക്റ്റ് മധുരം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്കാണ് ഇപ്രാവശ്യത്തെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള, നല്ല എന്താ പറയുക, നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് കഴിയും. നമ്മൾ മിക്സിയിലല്ലേ ഉണ്ടാക്കിയത്, ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കി. ഇതിനാവുമ്പോൾ ഐസിങ് ഒന്നും ആവശ്യമൊന്നുമില്ല, പ്ലെയിനായിട്ട് കഴിക്കാം. അടിപൊളിയാ. ഒരു പ്രാവശ്യം നമ്മൾ വായിടുമ്പോൾ അങ്ങനെ ആയിക്കോട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാമറമാൻ കൊടുത്തില്ല. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് 1 മില്യൺ സെലിബ്രേറ്റ് ചെയ്യണം. അതെ.
അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതിലേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.